ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ജമ്മുവിലെ നയി ബസ്തി മാർക്കറ്റിലേക്കാണ്. വിൻ്ററിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇതാണ് ഞാൻ താമസിക്കുന്ന ജല്ലോച്ചക്ക് ഏരിയ. ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്ന് NH44 എത്താം. അവിടെ നിന്ന് നയബസ്തിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറണം. ഇതാണ് കേട്ടോ NH44. റൈറ്റിലേക്ക് പഞ്ചാബ് ഡൽഹി റൂട്ടാണ്, ലെഫ്റ്റിലേക്ക് ജമ്മു റൂട്ടും. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലോട്ടാണ്. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴേക്കും ബസ് വന്നു. ബസ്സിൽ കയറി ഒരാൾക്ക് 20 രൂപയാണ് എടുത്തത്. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നൈബസ്തി എത്തിയിട്ടോ. നേരെയുള്ള റോഡിൽ ട്രാഫിക് ഉള്ളതിനാൽ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിലെ റോഡിലാണ് ബസ് നിർത്തിയത്. പിന്നെ അവിടെ നിന്ന് ചെറിയ ചെറിയ വഴികൾ കയറി ഇറങ്ങി മാർക്കറ്റിലെത്തി. കൂടെ ഉണ്ടായിരുന്ന ചേച്ചി ഇവിടുത്തെ ലോക്കലായതിനാൽ വഴിയൊന്നും വേറെ ആരുടെടുത്തും ചോദിക്കേണ്ടി വന്നിരുന്നില്ല. ഇവിടുത്തെ മുക്കും മൂല അവർക്ക് പരിചിതമായിരുന്നു. इसको मतलब ये वाला एरिया पता क्या वाले ने इधर उतारना था हमें इधर से मार्केट में अंदर वैसे तो फिर उसने उतारा ना. ഈ കാണുന്ന ഷർമ്മ ക്ലോത്ത് സ്റ്റോറിലാണ് ഫസ്റ്റ് കയറിയത്. എനിക്ക് വൂളൻ ക്ലോത്ത് വേണമായിരുന്നു യൂണിഫോമിന് വേണ്ടി. അങ്ങനെ 5 മീറ്റർ വാങ്ങിച്ചു. 250 രൂപയാണ് ഒരു മീറ്ററിന് അവർ പറഞ്ഞത്. പിന്നെ ദീദി കുറച്ച് സ്യൂട്ട്സൊക്കെ നോക്കിയിരുന്നു. അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി വേറെ കടയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ തപ്പി തപ്പി 1-2 സ്യൂട്ട്സൊക്കെ സെലക്ട് ചെയ്തു. ഇത് ദീദിയുടെ മദറിലോ ആണ് കേട്ടോ. എന്ത് സുന്ദരിയല്ലേ കാണാൻ. അപ്പൊ നല്ല കാലത്ത് എങ്ങനെയായിരിക്കും. പിന്നെ സർവൻ ട്രേഡർ ഫുഡ് വെയറിൽ കയറി ഷൂ വാങ്ങിച്ചു. അവിടെ വലിയ കളക്ഷൻസ് ഒന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കടകളിലെ സൈഡുകളിലൊക്കെ ഒരുപാട് മെഹന്തി ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലാത്തതിനാൽ അവർക്ക് വലിയ പണിയൊന്നുമില്ല പാവം. പിന്നെ പോയത് തെർമൽ വാങ്ങിക്കാനായിരുന്നു. ആ കടയിൽ നിന്ന് തന്നെ സോക്സും വാങ്ങിച്ചു. ഇനി നമുക്ക് ആൻറ്റിജിക്ക് വേണ്ട സ്വെറ്റർ നോക്കാൻ പോയാലോ. പക്ഷെ വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആൻറ്റിജിക്ക് വേണ്ട ഡ്രസ്സ് നോക്കി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ പിങ്ക് കളർ ഡ്രസ്സാട്ടോ സെലക്ട് ചെയ്ത്. ആൻറ്റിജിക്ക് അതാ ഇഷ്ടമായത്. പിന്നെ ക്യാഷും കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വിൻ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും വൂളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. തണുപ്പ് കാലമായ ഇവിടുത്തെ വീട്ടമ്മമാരുടെ മെയിൻ ഹോബിയാണ് ഈ വൂൾ ഉപയോഗിച്ചിട്ട് സ്വെറ്റർ ഉണ്ടാക്കുക. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി ഫുഡ് മുഖ്യം വയ്ക്കില്ലേ. ഞാനും ദീദിയും ചണ ഭട്ടൂര പറഞ്ഞു, ആൻറ്റി മസാല ദോശയും. അങ്ങനെ ഇന്നത്തെ വിൻ്റർ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ വടി ബ്രാഹ്മണയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇതോടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു കേട്ടോ. മാർക്കറ്റിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. കളക്ഷൻസ് വലുതായിട്ടില്ലെങ്കിലും ഉള്ളത് നല്ലതായിരുന്നു. റേറ്റ്സൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പോകണം കേട്ടോ. ഈ സ്ട്രെസ്ഫുള്ളാവുന്ന ലൈഫിൽ കുറച്ചൊക്കെ എൻജോയ് ചെയ്യാം, മനസ്സ് തുറന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ നല്ലതാണ്. ഫുൾ ട്രാഫിക്കാണ്. ഏകദേശം 4 മണിയാവാനായി. അടുത്ത വ്ളോഗിൽ കൂടുതൽ പുതിയ കാര്യങ്ങളും ജമ്മുവിലെ ട്രാവൽ പിക്സൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. എല്ലാവരും സേഫായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.